ക്ഷുദ്രശക്തികളും അഴിമതിക്കാരും ഇനി തമിഴ്നാട് ഭരിക്കേണ്ടെന്ന് TVK അധ്യക്ഷൻ വിജയ്. ആരെന്ത് ചെയ്താലും അടിമയായിരിക്കാൻ TVKയെ കിട്ടില്ല. ഓരോ TVK പ്രവർത്തകനെയും ജനങ്ങൾ വിശ്വസിക്കണമെന്നും വിജയ് പറഞ്ഞു. മഹാബലിപുരത്ത് TVK ഭാരവാഹി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വിജയ്. பாஜகவுக்கு அடிமையா தான் இருந்திருக்கிறாங்க. ஸோ அவங்கள நம்பியும் ஒரு பிரயோஜனமும் இல்லை. இப்போ ஆண்டுகிட்டு இருக்கிற இந்த திமுக அரசாச்சும் நமக்கு ஏதாவது செய்வாங்கன்னு பார்த்தா இவங்களும் அவங்கள மாதிரியே தான். இன்னும் சொல்ல போனால் ஒரு படி மேலே, இன்னும் மோசம். அவங்களாச்சும் நேரடியாக சரண்டர் ஆகி இருப்பாங்க, இவங்க மறைமுகமாக சரண்டர் ஆகி இருக்கிறாங்க. அவ்வளோதான் வித்தியாசம். அரசியலுக்கு வந்ததுக்கு அப்புறமும் சரி, ஆட்சி அதிகாரத்துக்கு வந்ததுக்கு அப்புறமும் சரி, ஒன்னே ஒன்று சொல்கிறேன், எழுதி வச்சுக்கோங்க. இதுக்கு முன்னாடி இருந்தவங்க மாதிரியோ இல்லை இப்போ இருக்கிறவங்க மாதிரியோ ஊழல் செய்யவே மாட்டான். ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് മൂർത്തിയാണ്. മനീഷ്, ഗുഡ് ഈവനിങ്. ഒരു ഇടക്കാലത്തെ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിനുശേഷം വീണ്ടും പഴയ ആർജവത്തോടുകൂടെ വിജയെ നമ്മൾ കാണുന്നു. പാർട്ടി പ്രവർത്തകരിലും അതേ ആവേശം നിറയ്ക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാകുന്നുണ്ട് എന്നാണ് ആ കയ്യടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സിംഗിളാ താൻ ഭരിക്കാം, മറ്റുള്ളവരുടെ ഒന്നും സപ്പോർട്ട് ആവശ്യമില്ല, ആർക്കും അടിമയാകാൻ സാധ്യമല്ല, ഒപ്പം തന്നെ കപ്പ് മുഖ്യം ബിഗിലേ എന്നുകൂടെ പറയുന്നുണ്ടല്ലോ വിജയ്. കൃഷ്ണ, തീർച്ചയായും അതായത് കരൂർ സംഭവത്തിന് ശേഷം പല വേദികളിലും നമ്മൾ കണ്ട വിജയല്ല ഇന്ന് കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBI ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ പല സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ട്. ജനനായകന്റെ ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ വിജയ് പ്രസംഗം തുടങ്ങിയത് തന്നെ BJPയെയും അണ്ണാ DMKയെയും DMKയെയും വിമർശിച്ചുകൊണ്ടായിരുന്നു. നമുക്കറിയാം, മുൻപൊക്കെ കരൂർ സംഭവത്തിന് ശേഷം BJP ആശയപരമായ എതിരാളി എന്ന ഒറ്റ വാക്ക് മാത്രമാണ് പ്രസംഗത്തിലൊക്കെ പറഞ്ഞിരുന്നത്. അണ്ണാ DMKയെ കുറിച്ച് ഒരു സൂചനകളോ അല്ലെങ്കിൽ ഒന്നും പറയാറില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ BJPയുടെ രഹസ്യ അടിമയാണ് DMK. അണ്ണാ DMK ആണെങ്കിൽ BJPയുടെ അടിമകളായി കഴിഞ്ഞു. അപ്പോൾ ആ ഈ രണ്ട് കക്ഷികളെയും ഇനി അല്ലെങ്കിൽ അവർ ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകും എന്ന തരത്തിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അവരാണ് ക്ഷുദ്രശക്തികൾ. അവരിൽ നിന്ന് തമിഴ്നാടിനെ മോചിപ്പിക്കുക. ഇനി ഒരു കാരണവശാലും ഈ ക്ഷുദ്രശക്തികൾ തമിഴ്നാട് ഭരിക്കില്ല എന്നുറപ്പിച്ച് പറയുകയാണ്. മാത്രമല്ല, ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാനുള്ള ചങ്കൂറ്റം TVKയ്ക്കുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ നടത്തേണ്ടത്. ഓരോ TVK പ്രവർത്തകനെയും ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഒരു കാരണവശാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി അടിമയായിരിക്കാൻ TVKയ്ക്ക് കഴിയില്ല. ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല. മാത്രമല്ല, TVK അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും അടിമതി നടത്തില്ല. കാരണം തനിക്ക് അതിന്റെ ആവശ്യമില്ല. ജനങ്ങളുടെ ക്ഷേമം മാത്രമായിരിക്കും TVKയുടെ ലക്ഷ്യമെന്നും പറഞ്ഞു നിർത്തുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടി ഇന്നിപ്പോൾ ഈ യോഗത്തിന് ശേഷം തുടക്കമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ചിഹ്നം അത് വിസിലാണ്. ആ വിസിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ലോഗോയും ഇത് രണ്ടും ഇന്നിപ്പോൾ വിജയ് പ്രകാശനം ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ, ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ഓരോ വീടുകളിലേക്കും ഈ വിജയുടെ അല്ലെങ്കിൽ TVKയുടെ ചിഹ്നവും അതുപോലെ തന്നെ ലോഗോയും എത്തിക്കണം എന്നുള്ളതാണ് പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇന്നു മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കണം. സഖ്യമായോ ഒറ്റയ്ക്കോ അതെങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്ക് നിന്നാൽ പോലും തമിഴ്നാട്ടിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാനുള്ള ചങ്കൂറ്റം, ആ ഒരു ചങ്കൂറ്റം TVKയ്ക്കുണ്ട് എന്നുമാണ് എന്തായാലും വിജയ് പറഞ്ഞു നിർത്തുന്നത്. ക്രിസ്റ്റീന, ശരി, എന്തായാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പ്രവർത്തകരെയൊക്കെ വീണ്ടും ഒരു ആർജവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വിജയ്. തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ അത് ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്ന ഒരു ആഹ്വാനം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.